ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ പലപ്പോഴായിട്ട് ഷോർട്ട് വീഡിയോസ് ലിസ ബാബു മാമിൻ്റെ ഗാർഡൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടൊന്ന് കാണിക്കാമോ എന്നുള്ളത്. ഇന്ന് ലിസ മാം നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്ന വീഡിയോസാണ്. മാമിൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽക്കുന്ന റോസും അതുപോലെ തന്നെ പെറ്റൂണിയാസിൻ്റെയും റോസ് തന്നെ പല വെറൈറ്റീസിലുള്ളത് കാണാൻ പറ്റും. പെറ്റൂണിയാസ് പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത്. നമ്മുടെ നാട്ടിലല്ല, ഇത് വന്ന് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലാണെങ്കിലും നമുക്ക് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് കാണാനൊരവസരം കിട്ടുകയാണ്. അവിടുത്തെ മണ്ണും അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റും ഒക്കെയാണ് ഇത്രയും നല്ല പൂക്കൾ വിരിയാനുള്ളതിൻ്റെ രഹസ്യം. പ്രത്യേകിച്ച് മാഡം ചെടികൾക്കാണെങ്കിലും ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല. ന്യൂയോർക്കിലാണെങ്കിലും അവിടുത്തെ മണ്ണ് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ പോട്ടിംഗ് മിക്സ് വാങ്ങിക്കാൻ കിട്ടും. ഓരോ പാക്കറ്റായിട്ടാണ്, വലിയ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. അതാണ് ഈ ചെടിക്ക് കൊടുക്കുന്ന ആകെയുള്ള ഒരു ഫെർട്ടിലൈസർ. അല്ലാതെ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കുന്നില്ല. ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പേരാണ് പിയോണി. പലപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ കാണാറുണ്ടോ? ഞാൻ അധികം കണ്ടിട്ടില്ല. ചിലപ്പം ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ നട്ടു കഴിഞ്ഞാൽ കിളിക്കുമായിരിക്കും. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നല്ലൊരു വലിയ പോട്ടിൽ പെറ്റൂണിയാസാണ് നട്ടിരിക്കുന്നത്. മിക്സഡ് കളേഴ്സായിട്ടാണ്. നമ്മുടെ നാട്ടിലും ഇപ്പം ഒരുപാട് പെറ്റൂണിയാസ് എല്ലാവരും വളർത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള പെറ്റൂണിയ അധികം അങ്ങനെ വളർന്ന് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് മിക്സഡ് കളേഴ്സ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ക്ലൈമറ്റും ഒക്കെയാണ് അതിന് അനുകൂലമായിട്ട് വളരാൻ അനുവദിക്കുന്നത്. ലിസ ബാബു മാമിൻ്റെ ഹസ്ബൻഡ് ബാബു സാറ് ഗാർഡന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലെ ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സപ്പോർട്ടുള്ളത് കാരണമാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിലെ പോലെ ഗേറ്റോ അല്ലെ കോമ്പൗണ്ട് വാളോ അങ്ങനെയൊന്നും തന്നെ അമേരിക്കയിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലും ഗാർഡൻ സെറ്റ് ചെയ്ത് അത് നല്ല വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന ഇംപേഷ്യൻസ് അല്ലെങ്കിൽ ബാൾസം ചെടിയാണ് ഈ കാണുന്നത്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. കാരണം എല്ലാ സൈഡിലും നമുക്ക് വ്യക്തമായിട്ട് പൂക്കൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള വൈറ്റ് പെറ്റൂണിയാണ്. നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു പ്ലാന്റ് ആണെങ്കിലും നിറയെ പൂക്കളാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള കാഴ്ച അതിമനോഹരമായിട്ടുള്ളതാണ്. ഇത്രയേറെ റോസ് ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പലരും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. ഇതിന് ശരിക്കും വളം ഒന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. ആകെ കൊടുക്കുന്നത് ആ പോട്ടിംഗ് സോയിലിൻ്റെ അകത്തുള്ള വെർമി കമ്പോസ്റ്റ് കൂടെ ചേർന്നിട്ടുള്ള ഒരു പോട്ടിംഗ് സോയിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു തവണ ഇട്ട് കഴിഞ്ഞാലും അത് വളരെ ഭംഗിയായിട്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തിൽ മഞ്ഞൊക്കെ ഉള്ള ഒരു സമയത്ത് നിറയെ ഈ ഒരു ഗാർഡൻ കംപ്ലീറ്റ് ആയിട്ട് സ്നോ ആയിരുന്നു. ആ ഒരു സമയത്ത് ഈ ചെടികളെല്ലാം കരിഞ്ഞു പോകും. പിന്നീട് സ്നോ മാറിയതിന് ശേഷം പിന്നെയും പൊട്ടിക്കിളിച്ച് വരുന്ന ചെടികളാണ് കൂടുതലും ഉള്ളത്. നമ്മുടെ കാശ്മീരി റോസിൻ്റെ ഒക്കെ ഏകദേശം ഒരു ടൈപ്പായിട്ടാണ് തോന്നുന്നത്. നല്ല വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് എല്ലാം. ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലെമറ്റീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു പ്ലാന്റ് കണ്ടിട്ട് പലരും ചോദിച്ചു ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണോ?
അതല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ 300 സ്പീഷീസിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പർപ്പിൾ, ബ്ലൂ, പിങ്ക്, വൈറ്റ്, റെഡ്, പിന്നെ ബൈ കളേഴ്സായിട്ട് വരുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സിലുള്ളതുണ്ട്. ഇത് UK-ലും US-ലും ഒക്കെ നമുക്ക് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്ന സമയത്ത് പിടിക്കുമോ എന്നറിയാനായിട്ട് വെച്ച് നോക്കി, എന്നിട്ട് ആ പ്ലാന്റ് നന്നായിട്ട് വളർന്നു വന്നു എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ പ്ലാന്റ്സ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പറ്റുമായിരിക്കും. പക്ഷേ ഞാനും ഇത് ആദ്യമായിട്ടാണ് മാം അയച്ചു തന്നപ്പം കാണുന്നത്. കാരണം നഴ്സറികളിലോ അങ്ങനെ ഒരിടത്തും തന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടില്ല. ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൽ 8 പെറ്റൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇത് അസേലിയ പ്ലാന്റ്. സ്പ്രിംഗ് സീസൺ തുടങ്ങുന്ന സമയത്താണ് പൂക്കൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇതിൻ്റെ ഫ്ലവറിങ് ടൈം. ഏകദേശം ഒരു 10 ദിവസത്തോളം ഇത് നല്ല പോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ പൂക്കൾ കൊണ്ട് നിറയുന്നത്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ടൂലിപ്സ്. ടൂലിപ്സ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബൾബാണ്. ഇതിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയം സ്പ്രിങ് തീരാൻ പോകുന്ന ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായി കാണുന്നത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയുള്ള ലാവൻഡർ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ പേരാണ് ഡാൽമേഷ്യൻ ബെൽഫ്ലവർ. ഇത് ശരിക്കും ഒരു സ്പ്രിംഗ് സീസൺ അവസാനമാകുമ്പോഴേക്കും അതുപോലെ സമ്മർ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ്, ചെറിയ ചെറിയ പൂക്കൾ. ഇനിയും നമുക്ക് ലിസ മാമിൻ്റെ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.